കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ പ്രവർത്തനം കറുപ്പും മുൻഗാമിയായ ഭർത്താവ് വി വേണുവിൻ്റെ പ്രവർത്തനം വെളുപ്പുമാണെന്ന് ഒരു സന്ദർശൻ ഡയറി കുറിച്ചു. അപ്പോൾ ശാരദാ മുരളീധരൻ പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ കറുപ്പ് എനിക്ക് സ്വീകാര്യമാണെന്ന് കുറിച്ചു. പക്ഷേ വിവാദമാകുന്നുണ്ടപ്പോൾ പിന്നീട് അത് പിൻവലിച്ചു. എങ്കിലും ആ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ കറുപ്പ് ഷർട്ടോ കറുപ്പ് ഡ്രസ്സോ ഒക്കെ ഇടുന്നതിനെ കണ്ടും കൂടാ. അതെ, ഞാൻ പറയട്ടെ, ആറ്റിക്കുറുക്കി പറഞ്ഞാൽ ബാലിശമായിപ്പോയി ചീഫ് സെക്രട്ടറിയുടെ ഈ ഏർപ്പാട്. തീരെ ബാലിശമായിപ്പോയി. അവർ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്, IAS കാരിയാണ്. അവരോട് അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ആരോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തി കറുത്തതാണ് നിങ്ങളുടെ നിറം പോലെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രവൃത്തി വെളുത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിറം പോലെ. അപ്പോൾ അവരുടെ ഭർത്താവ് വി വേണു, നേരത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾ, വെളുത്ത ആളാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും വെളുത്തതായിരുന്നെന്നും ഇവർ കറുത്തിരിക്കുന്നു, ഇവരുടെ പ്രവൃത്തിയും കറുത്തതാണ്. അപ്പോൾ സംതിങ്, ഏതോ ഡിസിഷനിൽ ഒഫൻഡഡ് ആയിട്ടാണ് ആ മനുഷ്യൻ സംസാരിച്ചതെന്ന് വ്യക്തം. ഒരു ചീഫ് സെക്രട്ടറി വളരെ സില്ലിയായിട്ട് തള്ളിക്കളയേണ്ട ഒരു പരാമർശമാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ജോലിയുള്ള ആളാണെന്നറിയുമോ? അതിഭയങ്കര തിരക്കുള്ള ആൾ. ഞാൻ ഇവരിത് എഴുതിയപ്പോഴാണ് ഇവർ കറുത്തതാണെന്ന് ഞാൻ അറിയുന്നത്. ഞാനിവരെ ടി വിയിൽ അവിടെ ഇവിടെ കാണും. പിന്നെ അവർ കേരള കൗമുദിക്ക് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അത് കൊടുത്തത് തന്നെ ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചീഫ് സെക്രട്ടറി അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ പാടില്ല. അതും പ്രത്യേകിച്ച് ഡെപ്തൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് കൊടുത്ത ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴും അവർ കറുത്തതാണോ വെളുത്തത്, എൻ്റെ മനസ്സിലത് പോയില്ല. സാധാരണ നമ്മുടെ മനസ്സിലത് പോകാറുമില്ല. അപ്പോൾ ഇപ്പോൾ അവർ വിശദമായ പോസ്റ്റ് വന്നപ്പോഴാണ് അവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, ഇതേ ചൊല്ലി ഒരു അപകർഷബോധമുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, 4 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നെ തിരിച്ച് ഗർഭപാത്രത്തിലിട്ടിട്ട് വെളുപ്പിച്ചെടുത്ത് വീണ്ടും പ്രസവിക്കാമോ എന്ന് ചോദിച്ചു. അറ്റ് ദ ഏജ് ഓഫ് 4. അതൊരു അസാധാരണമായ ചോദ്യമാണ്. 4 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടിക്ക് കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നൊരു സാഹചര്യം പണ്ടുമില്ല, ഇപ്പോഴുമില്ല. കുറച്ച് വലുതായി കഴിയുമ്പോഴാണല്ലോ അത് കറുത്ത വെളുത്തത് എന്നൊക്കെയുള്ള ഇത് വരുന്നത്. 4-ാം വയസ്സിൽ ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ 4-ാം വയസ്സിൽ തന്നെ സ്വന്തം കറുപ്പിനെ അവർ വെറുത്തു തുടങ്ങിയിരുന്നു എന്ന് സാരം. പിന്നീട് അവരെഴുതി അവസാനിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, അവരുടെ മക്കളാണ് അവരോട് പറഞ്ഞത്, കറുപ്പിനൊരു കുഴപ്പമില്ല അമ്മേ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഗ്രേസ്, ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആത്മവിശ്വാസം വളർത്തി. അപ്പോൾ വാസ്തവത്തിൽ ഈ സംഭവത്തിൽ ഒരു ഇനഡെക്വസി ശാരദാ മുരളീധരൻ്റെ ഭാഗത്താണ്. പേഴ്സണാലിറ്റിയെ നമ്മൾ ഇനഡക്വേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമല്ല, അത്ര പോരാത്ത ഒരു പേഴ്സണാലിറ്റി. ബട്ട് ലുക്ക് അറ്റ് ഹെർ ലൈഫ്. അവർ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി, IAS ആയി, സാമാന്യം ചെറുപ്പമുള്ളപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി ആയി. ഇവിടെ ഒന്നും കറുപ്പ് അവർക്കൊരു ഘടകമായിരുന്നില്ല, ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരാൾ ഒരു കമൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഇത്രയും വർഷത്തെ അവരുടെ അടക്കി വെച്ചിരുന്ന വിഷമം അവരുടെ മക്കൾ വിചാരിച്ചിട്ട് അത് മാറ്റി എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷേ സ്റ്റിൽ അവരുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് പുറത്തു വന്നത്. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ട്രിവിയൽ ഇൻസിഡൻറ്റ് വിച്ച് ദ ചീഫ് സെക്രട്ടറി ഷുഡ് നോട്ട് ഹാവ്. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തന്നെ പബ്ലിക്കിൽ അത് പറയരുതായിരുന്നു. നമ്മളുടെ സൊസൈറ്റി മെല്ലെ യൂറോപ്യനൈസ്ഡായിട്ട് പോകുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ കറുപ്പിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കറുമ്പൻ എന്നുള്ള പേര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് ഫാഷനബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കറുപ്പയ്യ, വെള്ളയപ്പൻ, വെള്ളയമ്മാൾ, അമാവാസി, ഈ പേരുകളൊക്കെ തമിഴ്നാട്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അമാവാസി എന്ന് ധൈര്യമായിട്ട് പേരിടുന്നു തമിഴന്മാർ. പൊതുവേ മലയാളികളെക്കാൾ കറുപ്പാണ് തമിഴന്മാരുടെ. കോൾ ബ്ലാക്ക് എന്നൊക്കെ, എൻ്റെ ബ്ലാക്ക് ഉണ്ടല്ലോ. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്നെ ആരെങ്കിലും ആരാ മോഹൻദാസ്, ഇത് ആ കറുത്ത ആൾ,
എന്ന് പറഞ്ഞാലൊരു കുറ്റമാണ്. അതിൽ ഞാൻ എന്നെ കറുത്തവനെന്ന് വിളിച്ചു, ഇതെന്ത് പരിപാടി? എനിക്ക് പൊക്കം കുറവാണ്. ചിലപ്പോൾ ചിലർ പറയും ഏതാ മോഹൻദാസ്, പൊക്കം കുറഞ്ഞ ആളാണ്. അത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്, അല്ലാതെ പൊക്കം കുറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് അവർ വിചാരിക്കും. ഇതൊക്കെ എൻ്റെ കോംപ്ലക്സാണ്. ശ്രീകൃഷ്ണൻ നിറമുണ്ടല്ലോ, നീലമേഘശ്യാമള വർണ്ണൻ, കറുപ്പാണെന്നും നീലയാണെന്നും ഒക്കെ പറയുന്നു. അത് ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കറുത്തമ്മ ഇതിൻ്റെ നമ്മുടെ ചെമ്മീനിലെ കറുത്തമ്മയല്ലേ? അതെ. എന്താ ഇത്? അങ്ങനെ ഒരു പ്രശ്നം യൂറോപ്പിലുണ്ടായിരുന്നു. യൂറോപ്യന്മാർക്ക് അവർ വെള്ളക്കാരും മറ്റവരൊക്കെ നീഗ്രോ, കറുത്തവർ, അടിമ പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ ഒരു കോംപ്ലക്സിൽ നിന്നാണ് ഈ കറുപ്പ് വെളുപ്പ് വന്നത്. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. ഇത് സിനിജി നോക്കിക്കോളൂ, ആയുർവേദത്തിൽ ഈ തൊലി വെളുപ്പിക്കാനുള്ള ഒരു മരുന്നുമില്ല. ഇത് ഒരു കറുപ്പ് ഒരു മോശമാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആയുർവേദത്തിൽ അതിനൊരു തൊലിയിൽ പുരട്ടാനോ പിടിക്കാനോ ഒക്കെയുള്ള മരുന്നും ഉണ്ടാകുമായിരുന്നു. അതിന് പകരം ഇത് ഈ വെളുത്ത കുട്ടി വേണം എന്നൊക്കെ ഉള്ളവർക്ക് ആയുർവേദക്കാർ പറയുന്നത് കുങ്കുമപ്പൂ പാലിൽ കലക്കിയിട്ട് ഗർഭിണിക്ക് കുടിക്കാൻ കൊടുക്കുക, അപ്പോൾ ഇതാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തട്ടാമുട്ടും മരുന്ന്. അല്ലാതെ അഷ്ടാംഗഹൃദയത്തിലോ സഹസ്രയോഗത്തിലോ തൊലി വെളുക്കാനായിട്ടോ കറക്കാനായിട്ടോ ഒരു മരുന്നുമില്ല. കാരണം അത് ചികിത്സിക്കേണ്ട ഒരു പ്രശ്നമാണ്, അതൊരു പ്രശ്നമേ ആണെന്ന് ആരും അംഗീകരിച്ചിരുന്നില്ല. പിന്നെ എന്താ ഇതിപ്പോൾ ഇവർക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സം സോർട്ട് ഓഫ് ഇൻഫീരിയർ ഫീലിംഗ്? അതിൻ്റെ ആവശ്യമില്ല. സായിപ്പന്മാർ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, നമ്മളെ യൂറോപ്യന്മാരാക്കാൻ വേണ്ടിയിട്ട് തൊലി വെളുപ്പിക്കാനുള്ള ക്രീം ഇറക്കി. സിനിജി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിശ്വസുന്ദരിപ്പട്ടം നിരന്തരം ഭാരതത്തിന് കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ലാറാ ദത്ത, ഐശ്വര്യ റായ്, സുഷ്മിത സെൻ, ഇത്തവണയും ഇന്ത്യക്ക് വിജയകിരീടം എന്നൊക്കെ പറയും. ഇവരൊക്കെ വെളുത്തിരിക്കും. നിരന്തരം ഒരു 6 വർഷത്തേക്ക് വിശ്വസുന്ദരിപ്പട്ടം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എന്താ ഇന്ത്യയിൽ സുന്ദരികളില്ലേ? ചത്തുപോയോ എല്ലാവരും? ഇപ്പോൾ ഈയിടെയായിട്ട് കാണുന്നില്ല ആ സാധനം. കാരണം ഈ 5-6 പേർക്ക് നിരന്തരം കൊടുത്തതിലൂടെ പ്രോക്ടർ ആൻഡ് ഗാംബിളിൻ്റെയും കോൾഗേറ്റ് പാമലിൻ്റെയൊക്കെ വലിയ കച്ചവടം നടന്നു. വെളുപ്പിക്കാനുള്ള ഇത് ഫെയർ ആൻഡ് ലവ്ലി, കുന്തംകുറുടി, ഇതെല്ലാം കച്ചവടം നടന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് കീഴടക്കി കഴിഞ്ഞു, ആളുകളുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ വിശ്വസുന്ദരിപ്പട്ടം വേറെ കൊടുക്കുക. ഇപ്പോൾ ആഫ്രിക്കയിലുള്ളവർക്ക് നോക്കിയാണ് അവർ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇതിൽ നമ്മൾ വീണ് പോകുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അതിനെ രക്ഷിക്കാൻ കുറച്ച് പേരും കറുപ്പിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച്, ഇച്ചിരി കുഴപ്പമുണ്ട്. കറുപ്പ് ഈ ക്യാമറയ്ക്ക് പറ്റിയൊരു നിറമില്ല. അതുകൊണ്ടാണ് സിനിമാ താരങ്ങളിൽ എത്ര കറുത്തവനുണ്ട്? ഇല്ലല്ലോ. പണ്ടൊരു സത്യനുണ്ടായിരുന്നു, അതിൻ്റെ പച്ചയിൽ നമ്മളിപ്പോഴും ജീവിച്ചു പോവുക. തമിഴന്മാർ പിന്നെയും ഭേദമാണ്. രജനീകാന്ത് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. രജനീകാന്ത് കറുത്ത ആളാണ്. ഈ വിജയ് ജോസഫ് അങ്ങേര് കറുത്ത ആളാണ്. ഇങ്ങനെയൊക്കെയുണ്ട്. തമിഴന്മാരുടെ അത് പ്രത്യേകമാണ്. നമ്മളുടെ പക്ഷേ സിനിമാ താരങ്ങൾ കൂടുതലും വെളുത്തവരാണ്. ഒന്നോ ഒറ്റയോ എക്സെപ്ഷൻ ആ സിനിമയിൽ ഇയാളില്ലേ എന്നൊക്കെ ചോദിക്കാമെന്നേ ഉള്ളൂ. ബട്ട് ബൈ ആൻഡ് ലാർജ് വെളുത്തവരാണ്. സിനിമാ നടിമാരെല്ലാം തന്നെ വെളുത്തവരാണ്. കാരണം ക്യാമറ ഫ്രണ്ട്ലിയാണ് വെളുത്ത നിറം, അതുകൊണ്ടാണ്. അല്ല കറുപ്പിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. ഈ ശാരദാ മുരളീധരൻ തന്നെ പിന്നീട് പറഞ്ഞു, പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ പൊരുളാണ് കറുപ്പ്, എല്ലാത്തിനെയും ആഗിരണം ചെയ്യും. അപ്പോൾ പിന്നീട് എന്തിനാ അതിനെ ന്യായീകരിക്കാൻ വന്നത്? അതാണ് ഞാൻ പറഞ്ഞ, അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇൻഫീരിയർ ഫീലിംഗ് അത് ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നു. പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവൻ ആവാഹിച്ച് കറുപ്പാണ് വെളുപ്പാണെന്നും പറയാം. ഏത് നിറത്തിനും അതിൻ്റെ കുറേ ന്യായങ്ങളുണ്ട്. മഞ്ഞയ്ക്ക് അതിൻ്റെ കാവ്യ, അത് ഇങ്ങനെയൊക്കെ പറയാം. അതിലൊന്നും കഥയൊന്നുമില്ല. നിങ്ങൾ ഈ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും പോകണ്ട. ഇതൊരു നോൺ ഇഷ്യൂ ആണിത്. ക്യാമറ ഫ്രണ്ട്ലി ആണ് വെളുത്ത ആൾക്കാർ. ഇപ്പോൾ ഈ ന്യായം പറഞ്ഞു, അയ്യോ ടി വിയിലൊക്കെ എന്തൊരു ബഹളമാണെന്നറിയാമോ? ടി വിയിലെ ഒരു വാർത്ത വായിക്കുകയോ ചാനൽ ചർച്ചയിൽ മധ്യസ്ഥനാവുകയോ ചെയ്യുന്ന ആണോ പെണ്ണോ കറുത്ത ഒരാളിനെ എനിക്ക് സിനിജി കാണിച്ചത്, ഒരാളിനെ. പക്ഷെ മേക്കപ്പ് ഇട്ടവർ മാറുമല്ലോ. മേക്കപ്പ് ഇട്ടതോ എന്ത് വാങ്ങിക്കോട്ടെ, കറുത്ത ആളിനെ കാണിച്ചത് ഇല്ല. അതിന് കാരണമുണ്ടെന്ന് ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, അതാണ് ശരി. കാരണം ഈ ലൈറ്റ് മുഖത്തിട്ട് കഴിഞ്ഞാൽ
കറുപ്പിന് ശാരദാ മുരളീധരൻ തന്നെ പറയുന്നു, എല്ലാ നിറത്തെയും പ്രകാശത്തെ ആഗിരണം ചെയ്യും കറുപ്പ്. ഇത് വെളുത്ത ആൾക്കാരുടെ ആകുമ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്രകാശിക്കും മുഖം. കറുത്ത ആളിൻ്റെ പ്രകാശിക്കുക ഉള്ള ലൈറ്റും കൂടെ ഇയാൾ വലിച്ചെടുക്കും. അപ്പോൾ എന്നെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആനത്തലവട്ട ആനന്ദനെയോ ഇപ്പോഴും രാഷ്ട്രീയത്തിലുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയൊക്കെ കാണിക്കണമെങ്കിൽ 2-3 ലൈറ്റ് ഇടേണ്ടി വരുന്നു. ഒരു ക്യാമറാമാൻമാരോട് ചോദിച്ചു നോക്കി ABC-യിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കറുത്തവരെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് വെളുത്തവർക്ക് അവിടെ ഇത് കിട്ടുന്നു. നല്ല മസിൽസും സംഗതിയൊക്കെ ഉള്ളവർക്കാണ് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുക. TG മോഹൻദാസ് എന്നെ മാറ്റി നിർത്തി, ഞാൻ മെലിഞ്ഞവനായതുകൊണ്ട്. ഗുസ്തിയിൽ തടി വേണം. മെലിഞ്ഞവനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല തന്നെ ഗുസ്തി മത്സരത്തിൽ തൻ്റെ ഇപ്പോൾ കാലെ പിടിച്ച് നിലത്തടിക്കുക ആൾക്കാർ. ഇതുകൊണ്ടാണ് തന്നെ ചേർക്കാത്തത്. അല്ലല്ല എനിക്ക് തടിയില്ലാത്തതുകൊണ്ട് വിവേചനം. എനിക്ക് മനസ്സിലായി, ഓരോ ഫീൽഡിന് അതിന് പറ്റിയ ആൾ വേണ്ടേ. യേശുദാസ് പാടുന്നു, എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എന്നെ പാടിച്ചില്ല എന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞിട്ടാണ്. എനിക്ക് ശബ്ദമില്ല, പാട്ടില്ലാത്ത സാധനം, ശ്രുതിയില്ലാത്ത പോടെ ഓടുന്നത്. ഉടനെ ഞാൻ പറയാം, ഞാൻ കറുത്തവനായതുകൊണ്ട് വിവേചനം നടത്തി പൊക്കം കുറഞ്ഞവനായത് ഒന്നുമല്ല, പാടാൻ അറിയാഞ്ഞിട്ടാണ്. പാടാൻ അറിയാമെങ്കിൽ ഈ സാധനം ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല. ഇതും മനസ്സിലാക്കണം കറുത്ത മനുഷ്യർക്ക് ഒരു ബോധമൊക്കെ വേണം. അല്ലാതെ ഈ തൊട്ടാൽ പൊട്ടുന്ന മനസ്സുമായിട്ട് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ഞാൻ കറുത്തവൻ സോ വാട്ട്, അങ്ങനെ നടക്കുക. അപ്പോൾ ക്യാമറയിൽ സിനിമയിൽ അഭിനയിക്കാനൊക്കെ സാമാന്യം പൊക്കം, തടി, സൗന്ദര്യം, വെളുപ്പ് ഇതൊക്കെ വേണ്ടേ? ഇതില്ലാത്ത നായകനെയോ നായികയോ ആരംഗീകരിക്കും? അരവിന്ദനൊക്കെ ഇത് ചെയ്യാം. അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അരവിന്ദൻ്റെ കാഞ്ചനസീത, അതിൽ ശ്രീരാമനുണ്ട്, കറുത്തവനാണ്, മുഖത്ത് മസൂരി കുത്തുമൊക്കെ ആയിട്ട്. ബട്ട് പോപ്പുലറായോ ആ സിനിമ? ആയില്ല. അപ്പോൾ പോപ്പുലറാവാനും പണം വരാനും ഒക്കെ ആയിട്ടുണ്ടാക്കുന്ന സിനിമയിൽ ഈ പറഞ്ഞ തൊലിയുടെ വെളുപ്പ്, മുഖസൗന്ദര്യം, ശരീരത്തിൻ്റെ സൗന്ദര്യം ഇതൊക്കെ ഒരു ഘടകമാണ്. അത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ട്, അവർ സിനിമാ നടന്മാരായി. മോഹൻദാസിന് അതില്ല, തെക്ക് വടക്ക് നടക്കുന്നു. അപ്പോൾ അതിൽ പരിഭവിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരാളിൻ്റെ ഒരു കമൻറ്റിൽ ഒരു ചീഫ് സെക്രട്ടറിയുടെ കുറ്റി തെറിച്ചു പോവുക എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഷീ ഈസ് എ വെരി വീക്ക് പേഴ്സണാലിറ്റി ഇൻസൈഡ്. ആൻഡ് ഐ എം സോറി ദാറ്റ് ഷീ ഈസ് ഓക്കുപ്പൈങ് ദ ചെയർ ഓഫ് ചീഫ് സെക്രട്ടറി. അപ്പോൾ പറഞ്ഞതിന് നമ്മുടെ ചീഫ് സെക്രട്ടറി ഒരു യൂറോപ്യൻ ആകണം എന്നുള്ളൊരു ആശയം വന്നു എന്നാണ് അർത്ഥം. അതെ, മോശമല്ലേ? അതെ. ഇവരുടെ മനസ്സെല്ലാം യൂറോപ്യനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വെളുപ്പ് കറുപ്പ് എന്നൊരു ദ്വന്ദ്വം ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. യൂറോപ്യന്മാരുടെ സൃഷ്ടിയാണത്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കറുത്തവരുടെ സമരം ചെയ്യാതെ ഇതൊക്കെ. ഇവിടെ കറുത്ത ആൾക്കാരുടെ സമരം നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഭൂലോകത്തെ സകലവിധ വഴക്കിൻ്റെയും കേന്ദ്രം ഭാരതമാണ്. ജാതിയുടെ, മതത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, അതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഫോൾട്ട് ലൈൻസ് നമ്മുടെ നാട്ടിലുണ്ട്. കറുപ്പും വെളുപ്പും ഇന്ന് വരെ ഭാരതത്തിൽ ഒരു ലഹളയും നടക്കാത്ത ഒരു ഇഷ്യൂ ആണ് കറുത്തവനും വെളുത്തവനും എന്ന് പറയുന്നത്. ഒരു കാലത്തും നടന്നില്ല. ബട്ട് യൂറോപ്പിൻ്റെ ഫുൾ ചരിത്രം വെള്ളക്കാർ കറുത്തവനും തമ്മിലുള്ള നിറം ചൊല്ലി. അപ്പോൾ ഇപ്പോൾ ആ ഇക്വേഷൻ അതിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിൽ വംശീയ അധിക്ഷേപം എന്നൊക്കെ പറയും. ഒരാൾ കറുത്തവനാണെന്ന് പറഞ്ഞു, എന്ത് ഈ കറുത്തവരുടെ വംശമുണ്ടോ ഭാരതത്തിൽ? ഇല്ല. ഐ ചലഞ്ച് ദീസ് ഫൂൾസ്. അങ്ങനെ കറുത്തവരുടെ വംശം എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിലില്ല. അത് യൂറോപ്പിലാണ്. ആഫ്രിക്കയിൽ നിന്ന് പോയ കറുത്ത വർഗ്ഗക്കാർ അവർ വേറൊരു വംശമാണ്. അതുകൊണ്ടാണ് അവിടെ റേസിസം ഉള്ളത്. ഇന്ത്യയിൽ റേസിസം ഇല്ല. ബട്ട് ഈ പൊട്ടന്മാരൊക്കെ പറയുന്നത് എന്നറിയാമോ? നമുക്ക് ഗുജറാത്തിൽ മുസ്ലിം വംശഹത്യ കേട്ടിട്ടില്ല? മുസ്ലിം വംശമുണ്ടോ ഇന്ത്യയിൽ? മുസ്ലിം വംശം, ഹിന്ദു വംശം, ക്രിസ്ത്യാനി വംശം എന്ന് പറഞ്ഞുകൊണ്ടോ? ഇല്ല. ബട്ട് മുസ്ലിം വംശഹത്യ. ശരി, ശ്രീലങ്കയിൽ മരിക്കുന്നത് ഹിന്ദുക്കളാണ്. വേലിപ്പിള്ള പ്രഭാകരനൊക്കെ ഹിന്ദുവാണല്ലോ അവർ. അവിടെ വരുമ്പോൾ തമിഴ് വംശഹത്യ, ഹിന്ദു വംശഹത്യ പറയില്ല, തമിഴ് വംശഹത്യ. തമിഴ് വംശം എന്ന് പറഞ്ഞ വംശമുണ്ടോ? തമിഴ് വംശം, മലയാളി വംശം ഇല്ലല്ലോ. ബട്ട് ഇത്
യൂറോപ്യൻ ചിന്ത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഇവർ ബ്ലാക്ക് റേസ് ഇങ്ങനെയാക്കുന്നു. ഹിന്ദു വന്നു കഴിയുമ്പോൾ ഹിന്ദു ഒരു തെരുവാക്കാണല്ലോ, അത് പറഞ്ഞുകൂടാ, അതുകൊണ്ട് തമിഴാക്കി മാറ്റി. ഇത് അറിഞ്ഞും അറിയാതെയും ഈ മാധ്യമ ദുരന്തരന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും എല്ലാം ഇതിന് അടിമപ്പെട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ചിലർ മനഃപൂർവ്വം ചിലർ അറിയാതെ ഈ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ പുതിയൊരു ഡിവൈഡ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കറുത്തവൻ വെളുത്തവൻ. ഇത് ഇവർ വിചാരിച്ചാൽ നടക്കുകയുമില്ല. കാരണം ഒരേ വീട്ടിൽ കറുത്തവനും വെളുത്തവനും ഉണ്ട്. എന്ത് ചെയ്യും? ഒരേ വീട്ടിൽ കണ്ടിട്ടില്ലേ? ചേട്ടൻ നല്ല സുന്ദരനായിട്ടിരിക്കുന്നു, അനിയൻ പല്ലുമൊക്കെ പൊങ്ങി കറുത്ത ഒരു വികൃത രൂപം. എന്ത് ചെയ്യും? പക്ഷേ ഇത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ അവർ അമ്മയുടെ ചാരിത്രത്തെ വരെ സംശയിക്കും. എന്നാലും അവരുടെ ഈ കറുപ്പ് വെളുപ്പ് വാദം അവർ വിടില്ല. സ്വന്തം അമ്മയുടെ ചാരിത്രത്തെ സംശയിക്കാൻ അവർ തയ്യാറാകും. പക്ഷേ ഈ വാദം അവർ വിടുകയില്ല. കാരണം ഇത് സായിപ്പ് ഇവരുടെ തലയിൽ കൊടുത്തിരിക്കുന്ന വാദമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ട് ശാരദാ മുരളീധരനെ ഈ പ്രകോപിപ്പിച്ച ആൾ ആരുമായിക്കോട്ടെ, അതാരാണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അവരുടെ ഉള്ളിൽ 4-ാം വയസ്സിലുണ്ടെന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്ത ഈ കോംപ്ലക്സാണ് ഈ പ്രശ്നത്തിന് കാരണം. അത് പിന്നെ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാവരും ചാടി വീണു. ഞാൻ ലെഫ്റ്റ് മൈസെൽഫ്, ഞാനാണ് ചീഫ് മിനിസ്റ്ററെങ്കിൽ ഞാൻ CS-നെ വിളിച്ച് പറയും, വാട്ട് യു ഡിഡ് വാസ് അബ്സല്യൂട്ട്ലി നോൺസെൻസ്, ഡോണ്ട് ബ്രിങ് ട്രിവിയൽ ഇഷ്യൂസ് ടു പബ്ലിക്. നിങ്ങൾക്ക് വേറെ ജോലിയില്ല. ഞാൻ എത്ര ഫയൽ നിങ്ങളെ ഏൽപ്പിച്ചു? നിങ്ങൾ ഫേസ്ബുക്കിൽ കറുത്തവൻ വെളുത്തവൻ കളിക്കുന്നു. വാട്ട് ഈസ് ദിസ്? സ്ട്രെയിറ്റ് അവേ ഐ വിൽ ഫയർ ഹർ. ഷീസ് എ ചീഫ് സെക്രട്ടറി, രാജ്യം ഭരിക്കുന്ന. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്യൂറോക്രസിയുടെ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ആണ് ശാരദാ മുരളീധരൻ. അവരിങ്ങനത്തെ ട്രിവിയൽ വിഷയങ്ങളിൽ ചൊറിഞ്ഞ വർത്തമാനങ്ങളിൽ പോവുക, എന്നെ കറുത്തെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ 4-ാം വയസ്സിൽ ഞാനിങ്ങനെ ചെയ്തു. യു ഡു ഇറ്റ് ആഫ്റ്റർ യുവർ റിട്ടയർമെൻറ്റ്. വാസ്തവത്തിൽ ചീഫ് സെക്രട്ടറിയില്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ഇവർക്ക് ഇരിക്കാൻ നേരം കിട്ടില്ല. തിരക്കിനിടയിലും ഞാൻ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ്, നിങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ജോലി മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്, അല്ല തിരക്കിനിടയിൽ കളിക്കുന്നൊന്നുമല്ല. ഒരു റിയൽ IAS-കാരന് അയാൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും ജില്ലാ കളക്ടറാണെങ്കിലും വലിയ പ്രയാസമാണ്. ഞാനൊരു തവണ എറണാകുളം ജില്ലാ കളക്ടറെ കാണാൻ പോയി. വൈകുന്നേരം 5 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് തന്നത്. ഞാൻ 5 മണിക്ക് പോയി. PS-നോട് പറഞ്ഞു ഇരിക്കുക കേട്ടോ, പുള്ളി ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ 5 മണിക്ക് എന്ത് ഭക്ഷണം? ഉച്ചഭക്ഷണം കഴിക്കുക. 5 മണി. ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ വാങ്ങിച്ചിട്ട് എനിക്ക് സബ് കളക്ടർ RDOയെ കാണണം. RDO അല്പം കൂടെ പ്രായം ചെന്ന ആളാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭ്രാന്തെടുത്ത പോലെ ഒരു മനുഷ്യൻ, മുടിയൊക്കെ പാറി പറന്നിട്ട്, പുള്ളി ഫീൽഡിലായിരുന്നു. കയറി വന്ന് അതിന് ഇങ്ങോട്ട് താന്ന് പറയുന്നു, പുള്ളിയുടെ മൊബൈൽ അടിക്കുന്നു. പുള്ളി എടുത്തിട്ട് ഞാൻ വരാം, കഴിച്ചില്ല എന്ത് ശല്യം ചെയ്ത് നീ ഫോൺ വയ്ക്ക്. അപ്പോൾ എനിക്ക് ഭാര്യയാണ്. പുള്ളി ഉച്ചയ്ക്ക് വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞു ഊണ് കഴിക്കാൻ. പുള്ളി പോയിട്ടുമില്ല, ഊണ് കഴിച്ചിട്ടുമില്ല. ഇതാണ് അവരുടെ ജീവിതം. കഷ്ടമാണ്. ഇത്രയധികം ജോലി തിരക്കുള്ള ആൾ, അതിനിടയ്ക്ക് ഞാൻ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ വേറൊരു ജോലി മാറ്റി വെച്ചു. അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിങ്ങളെ ജോലി തരാതെ ഡംപ് ചെയ്യുമല്ലോ IAS-കാരെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അങ്ങനെ ചെയ്തവർക്ക് ചിലപ്പോൾ സമയമുണ്ടാകും. അതല്ലാതെ സ്വന്തം ജോലി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ കലാപരിപാടികൾക്കൊന്നും സമയം കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ അവരിത് ചെയ്യാനും പാടില്ല. ഐ ആം സോറി, എനിക്ക് വളരെ ഖേദമുണ്ട്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഇതുപോലെയൊക്കെ ഫേസ്ബുക്കിലുമൊക്കെ ഇടപെട്ട് വഷളാവുന്നതിൽ മോശമായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.